ബാക്ക്. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സുഡിയോന്റെ ഹാളുമായിട്ടാണ്. പിന്നെ സുഡിയോന്റെ ഹാള് കാണിക്കുന്നതിന് മുന്നേ 2-3 കാര്യം പറയേണ്ടതാണ്. നമ്മൾ തൃപ്രയാറ് വൈമോളിലുള്ള സ്റ്റുഡിയോയിലാണ് പോയത്. അപ്പൊ 499 ലെസ് കണ്ടിട്ടാണ് കേറിയത്. പക്ഷേ ആ സ്റ്റുഡിയോന്റെ പ്രശ്നമാണോ അതോ സെയില് കാരണം എല്ലാം കഴിഞ്ഞതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വെസ്റ്റ് സൈഡിലെ സെയിലിന്റെ അത്ര ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. വെസ്റ്റ് സൈഡിൽ ഞാൻ പോയപ്പോ സെയിലിലുള്ള സാധനങ്ങൾ ഭയങ്കര സൂപ്പർ സാധനങ്ങളുമായിരുന്നു. ശരിക്കും നമുക്ക് കുറെ കളക്ഷനും ഉണ്ടായിരുന്നു. ഇവിടെ ആക്ച്വലി അത്ര അധികം കളക്ഷനും ഒന്നുമില്ല. എനിക്ക് കുറെ ഒന്നും ഇഷ്ടമല്ലേ? നിനക്കും? എനിക്ക് ആ മാക്സി ടീഷർട്ട് പാന്റ് കണ്ടിട്ട് എനിക്ക് വേറെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. മാക്സില് പൊന്നൊന്ന് പോയായിരുന്നു. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷനോട് പോയിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അത്ര അങ്ങോട്ട് സെയിലിലെ സാധനങ്ങൾ അത്ര താല്പര്യപ്പെട്ടില്ല. പിന്നെ വാങ്ങിച്ചതും അധികവും സെയിലിലെ സാധനങ്ങളല്ല, സെയിലല്ലാത്ത സാധനങ്ങളായിരിക്കും കൂടുതലും ഉണ്ടാവുക. എന്തായാലും ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ കാണിച്ചു തരാം. സ്റ്റുഡിയോന്റെ സെയിലിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ പൊതുവെ സ്റ്റുഡിയോയിൽ പോയിട്ട് മേടിക്കുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വൺ ഇതെന്താ? ഇത് അമ്മയ്ക്ക് വാങ്ങിച്ച കുർത്തിയാണ്. ഇത് സെയിൽ ഇല്ലാത്ത ഐറ്റം ആണ്. ഇതിന്റെ റേറ്റ് എത്ര? 399 കുർത്തിയാണ്. പൊതുവേ സ്റ്റുഡിയോയില് 299 399 കുർത്തി അവൈലബിൾ ആണ്. അപ്പൊ ഇത് അമ്മ സ്വന്തമായിട്ട് അമ്മയ്ക്ക് തന്നെ മേടിച്ച കുർത്തി. ഇത് ടീഷർട്ട്, ചുമ്മാ സ്റ്റുഡിയോന്റെ ഒരു ടീഷർട്ട്. ഇത് കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ വള്ളിയൊക്കെ. ഇതിന് 299. എനിക്കിടാ ഡ്രസ്സാണ്. ഇത് നൈറ്റ് ഡ്രസ്സാണ്. ഇത് സെയിലുള്ള സാധനമാണ്. 499 സാധനം സെയിലിന് 299 ഞാൻ കണ്ടപ്പോ കണ്ടപ്പോ അവർക്ക് മനസ്സിലായില്ല. ഓക്കെ, ഇതിന്റെ ഉള്ളിലുള്ളത് ഈ ഒരു ടീഷർട്ടും, ഇത് നൈറ്റ് വെയർ ആണ്. ഈ ഒരു ടീഷർട്ടും ഈ ഒരു ട്രൗസേഴ്സും. ഇത് മുന്നിട്ടിട്ടും നല്ല ഭംഗിയുണ്ട്. ഇത് കൊള്ളാം. 299 നല്ല സാധനമാണ്. ഇതും നൈറ്റ് വെയർ ആണ്. ഇതിന് പക്ഷെ ഓഫർ ഇല്ല. ഇത് 599. ഇതും ടീഷർട്ടും. ഇത് എനിക്ക് മേടിച്ചാണ്. ഇത് കോംബോ ആണ്. ടീഷർട്ടും സെയിം സാധനത്തിന്റെ ട്രൗസറും. ആ ഒരു ഇങ്ങനെ ഇതിനെന്താ ത്രെഡ് വെച്ചിട്ട് കളർ ചെയ്യുന്ന, ഇങ്ങനെ ത്രെഡ് കെട്ടി കളർ ചെയ്യുന്ന സാധനമാണെന്ന് തോന്നുന്നുണ്ട് ഇതൊക്കെ. ഇതും സെയിലിലുള്ളതല്ല. ഞാനൊരു പാന്റ് മേടിച്ചതാണ്. ഇതെന്തോ സ്ട്രെയിറ്റ് ഫിറ്റ് എന്നോ അങ്ങനെ എന്തോ ആണ് പറയുന്നത്. നോർമൽ പാൻസ്, ജീൻസ് അല്ല, പാന്റ് ആണ്. അത്യാവശ്യം സീ ത്രൂ ഒക്കെ ആണ്. ഇത് 399 ഈ പാന്റിന്. ഇത് ശരിക്കും പാന്റ് ആണ്. ലിപ്സ്റ്റിക്ക് 2 എടുത്തായിരുന്നു, പക്ഷെ ഇപ്പൊ ഇങ്ങോട്ട് എടുത്തില്ല. ലിപ്സ്റ്റിക്കിന് 49 റുപ്പീസ് ഉള്ളൂ കേട്ടോ. നല്ല സുഡിയോന്റെ ലിപ്സ്റ്റിക് എല്ലാം നല്ലതല്ല, പക്ഷെ ലിക്വിഡ് ലിപ്സ്റ്റിക് ഒക്കെ നല്ലതാണ്. ലിക്വിഡ് ലിപ്സ്റ്റിക്കും 49 ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു, പക്ഷെ മേടിച്ചില്ല ഗായ്സ്. മണ്ടത്തരം പറ്റി ഗായ്സ്. ഞാന് നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു പാൻറ്റീസ് ആണ്. ഇത് ഓഫർ ഉള്ളതാണ്. 149. ഇതിന്റെ ഒറിജിനൽ റേറ്റ് 199. ഓഫറിന് സെയിലിന് 149. പിന്നെ ഇത് ബോഡി ലോഷൻ. കഴിഞ്ഞ പ്രാവശ്യം വെസ്റ്റ് സൈഡിൽ നിന്ന് മേടിച്ചിട്ട് ബോഡി ലോഷൻ മേടിച്ച് ബോഡി വാഷായി മാറിയല്ലോ. അപ്പൊ ഇപ്രാവശ്യം നോക്കി മേടിച്ചതാണ് ബോഡി ലോഷൻ. കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. ആദ്യം ഞാൻ ഫേസ് വാഷ്. പിന്നെ നമ്മള് തൃപ്രയാർ അമ്പലത്തിലേക്കാണ് സത്യത്തിൽ പോയത്. അപ്പൊ സ്റ്റുഡിയോയില് പോയതാണ്. അപ്പൊ തൃപ്രയാർ അമ്പലത്തിൽ പോയപ്പോൾ അവിടെ സൈഡിൽ ഇങ്ങനെ കടകൾ ഉണ്ടാവുമല്ലോ. ആ കടകളിൽ നിന്ന് മേടിച്ച കുറച്ച് സാധനങ്ങൾ അതും കൂടി ഇതിന്റെ കൂടെ കാണിച്ചു തരാവേ. ഇത് എന്നിട്ട് പിന്നെ പറഞ്ഞു കൊടുക്കൂ. സ്വന്തം 2 ലെയർ മാലയാണ്. ഇത് പൊന്നിന്റെ മാല പൊട്ടി. അപ്പൊ ഇത് കാണിച്ചത് മറ്റേ തുമ്പിയുടെ സാധനം പോയത്. ഇത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാ, പൊന്നിന് ഇതുപോലത്തെ ഒരു മാല ഉണ്ടായിരുന്നു. ഈ ചെറുത് ഇതുപോലെ 2 ലെയർ അല്ല, 1 ലെയർ ബട്ടർഫ്ലൈയുടെ ഒരു മാല ഉണ്ടായിരുന്നു. മറ്റേ ഇരിഞ്ഞാലോട് ഉത്സവത്തിന് പോയപ്പോ മേടിച്ചത്. പക്ഷേ അപ്പൊ അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അത് കേടായി പോയി. എന്റെ കയ്യിന്ന് നിലത്ത് വീണു. അപ്പൊ അതിന്റെ ഈ ഒരു സാധനം പോയി. അപ്പൊ ഞാൻ അത് എടുത്ത് വെച്ചിട്ടുണ്ടായി. പക്ഷെ മറ്റേത് പോക്കറ്റിൽ നിന്ന് കളഞ്ഞു പോയിന്നേ. അതെവിടെ പോയെന്ന് പിടിയിട്ടുന്നില്ല. അപ്പൊ അതിന് പകരമായിട്ട് ഇന്ന് തൃപ്രയാർ അമ്പലത്തിൽ കണ്ടപ്പോ മേടിച്ച മാലയാണ്. ഇതിന് എത്ര പ്രാവശ്യമായിരുന്നു? ഇത് വഴിയോര കടയിൽ നിന്ന് മേടിച്ചത് കേട്ടോ. ഇത് മൊത്തം ഈ കവർ മൊത്തം 290 രൂപയാണ് ആയത്. ഇത് 50 സംതിങ് ആണ്. ഇത് അവിടെ നിന്ന് മേടിച്ചത്.
എന്റെ ഹായ്, ഈ കമ്മൽ ഇത് ഭയങ്കര ക്യൂട്ട് കമ്മൽ ഇതിന് 50 രൂപയുള്ള. ഇതിന്റെ വൈറ്റും ഉണ്ടായിരുന്നു, ഈ ഒരു കളറും ഉണ്ടായിരുന്നു. ഇവക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ പിള്ളേരൊക്കെ അടുത്തത് ഇത് ഞാൻ എനിക്ക് മേടിച്ചതാണ് ശരിക്കും. ഇതിന് 50 രൂപ. ഇതും അവിടെ നിന്ന് മേടിച്ചതാ. നല്ല രസമില്ലേ? ഇതൊരു പാണ്ട കമ്മൽ. ഇത് പൊന്നു മേടിച്ചതാ. ഇതിന് എത്ര 40 രൂപ. ഇതും 50 രൂപ. ഇതും അവിടെ നിന്ന് തന്നെ മേടിച്ചതാ. ഇത് എവിടെന്നാന്ന് വെച്ച് കഴിഞ്ഞാ പുറത്ത് പാർക്കിങ്ങിന്റെ അവിടെ ഒരു കടയുണ്ട്. ഒരു അച്ഛനും അമ്മാമ്മയും നടത്തുന്ന കുഞ്ഞു കട. ആ കടയിൽ നിന്ന് മേടിച്ചതാണ്. നല്ല രസമുണ്ട്. 50 രൂപ. വലിയ കനമൊന്നുമില്ല. പിന്നെ ഇതും 50 രൂപ. ഇതും കൊള്ളാം. ഇത് എനിക്ക് ഇടാൻ പറ്റും, ചോദിച്ചോക്കണം. 5 കമ്മലും ഒരു മാലയും കൂടിയിട്ട് 290 രൂപയാണ് ആയത്. ശരിക്കും പറഞ്ഞാൽ സ്റ്റുഡിയോയിൽ പോയതിനേക്കാളും കുറച്ചൊരു സന്തോഷം തോന്നിയത് ഈ വഴിയോരത്തുനിന്ന് സാധനങ്ങൾ മേടിച്ചപ്പോഴാണ്. അപ്പോ ചുമ്മാ അത്രേ ഉള്ളൂ. ശരിക്കും സ്റ്റുഡിയോയിൽ ഇത് കാണിക്കാനാണ് വന്നത്. പക്ഷേ ഇതും കൂടി ഉള്ള സ്ഥിതിക്ക് ഇതും കൂടി കാണിക്കാമെന്ന് വിചാരിച്ച് കാണിച്ചതാണ്. സംഭവം സ്റ്റുഡിയോയിലെ സെയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കുറെ സാധനങ്ങളുള്ള സ്റ്റുഡിയോയിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സെയിൽ ഉണ്ട്. എല്ലാ ഡ്രസ്സിനും സെയിലില്ല. സെയിലുള്ള കുറച്ച് ഡ്രസ്സസ് ഉണ്ട്. അതാണെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്ന് തോന്നുന്നു. ഇവിടെ ലിപ്സ്റ്റിക്കിന്, നെയിൽ പോളിഷിന്, അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ നല്ല ഓഫർ ഉണ്ട്. 49-നൊക്കെ ഉണ്ട്. നല്ല കളറും ഉണ്ട്, നല്ല കളക്ഷനും ഉണ്ട്. ഡ്രസ്സിന്റെ കാര്യത്തില് സെയിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കളക്ഷനൊന്നുമില്ല. എല്ലാവർക്കും പറ്റിയ കളക്ഷനും ഞാൻ കണ്ടില്ല. ഞാൻ പോയ സ്റ്റുഡിയോന്റെ കേസാണോന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വെസ്റ്റ് സൈഡിലെ സെയിലാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. അല്ലേ? പൊന്നിന് മാക്സിലാണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു, ബൈ.